ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് നല്ലൊരു ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് നല്ലൊരു ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കിയാലോ. അപ്പോൾ വൈകിട്ട് കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവർക്ക് ചായക്കടയായിട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു കേക്കാണ് ഇത്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും മുഴുവനായിട്ട് കാണണേ. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഒരു ബുദ്ധിമുട്ടുമില്ല, വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 3 ക്യാരറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കുറച്ച് ചെറിയ ക്യാരറ്റാണ്, അതുകൊണ്ട് 3 ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ കാരമലാണ് കേട്ടോ ഉണ്ടാക്കേണ്ടത്. അതിനായിട്ട് ഞാൻ 3/4 ഗ്ലാസ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ 3/4 ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ടൊന്ന് മെൽട്ടായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ സ്റ്റീലിൻ്റെ പാത്രത്തിൽ നമ്മൾ കാരമൽ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് അത് മെൽട്ടായിട്ട് കിട്ടും കേട്ടോ. മറ്റുള്ള പാത്രത്തിനെ അപേക്ഷിച്ചിട്ട് നമ്മൾ ഇതുപോലത്തെ സ്റ്റീലിൻ്റെ പാത്രത്തിൽ ആക്കുമ്പോൾ പെട്ടെന്ന് മെൽട്ടായിട്ട് ഇത് റെഡിയായിട്ട് കിട്ടും. അപ്പോൾ ഇതാ നല്ല പോലെ ഇത് മെൽട്ടായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ലൊരു ബ്രൗൺ കളറായിട്ട് വരണം കേട്ടോ. അപ്പോൾ അധികം ഡാർക്ക് ആവാനും പാടില്ല. അപ്പോൾ നമ്മുടെ കേക്കിനൊരു കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ ഇതാ ഈ ഒരു കളറാകുമ്പോൾ നമ്മൾ അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. നമ്മൾ കാരമലിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് അത് മുകളിലേക്ക് തെറിച്ചിട്ടൊക്കെ വരും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നല്ല പോലെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാരമൽ ഉണ്ടാക്കുന്ന ആ ഒരു കളറായിരിക്കും കേട്ടോ നമ്മുടെ കേക്കിന് കിട്ടുന്നത്. ഇത് നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് മൊത്തമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. മൊത്തമായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് കുറച്ച് തിക്കായിട്ട് വരണം കേട്ടോ. ഈ വെള്ളം കുറച്ച് വറ്റിയിട്ട് കുറച്ച് തിക്കായിട്ട് ഇത് വരണം. അപ്പോൾ ഇത് നല്ല പോലെ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇതിവിടെ റെഡി ആവട്ടെ. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മറ്റ് ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ അരിച്ച് വെക്കാം കേട്ടോ. ഇതിനായിട്ട് 1 കപ്പ് മൈദയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു ഗ്ലാസ്സിലാണ് ഞാൻ അളക്കുന്നത്. അപ്പോൾ 1 ഗ്ലാസ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവറാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇത് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2-3 തവണയൊക്കെ അരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാനത് നല്ല പോലെ ഇത് അരിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ അടുപ്പത്തേക്ക് വെച്ച് നമ്മൾ ആ ഒരു കാരമലും നമ്മുടെ ക്യാരറ്റിൻ്റെ ആ മിക്സിലോട്ട് ഇത്തിരി ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കുറുകി വരുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് ഇത്തിരി കറുത്ത മുന്തിരി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇത് കുറച്ച് വെള്ളം കൂടെ ഒന്ന് കുറുകി വരാനുണ്ട് കേട്ടോ. കുറച്ചും കൂടെ ഒന്ന് വറ്റി വരാനുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഞാൻ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂണ് നമ്മൾ ടൂട്ടി ഫ്രൂട്ടിയിൽ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നിർബന്ധമില്ല. അപ്പോൾ ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണ് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടെ ഒന്ന് വറ്റി വരട്ടെ കേട്ടോ. ഇനി ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് 1/2 ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു പട്ട, ഒരു 3-4 ഗ്രാമ്പു, പിന്നെ അതിലേക്ക് ഒരു 5-6 ഏലക്കായയുടെ തൊലി കളഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലി കളഞ്ഞ് അതിൻ്റെ കുരും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടതൊന്ന് മിക്സിയിൽ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. എന്നിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി വേറൊരു മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പതിപ്പിച്ചിട്ട് വരാം കേട്ടോ. അതായത് ഇതുപോലെ പതിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാരയുടെ ആ മിക്സ് മൊത്തത്തിലിട്ട് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിലിട്ടിട്ട് ഇത് വീണ്ടും നമ്മൾ നന്നായിട്ടൊന്ന് പതിപ്പിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പഞ്ചസാര മൊത്തമായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ ഇത് പതിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും 1/4 കപ്പിൻ്റെ പകുതി നമ്മൾ മെൽറ്റ് ചെയ്ത ബട്ടറില്ലേ അതും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബട്ടറിൻ്റെ ചൂട് ആറിയതിന് ശേഷം വേണം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ എണ്ണയും നമ്മുടെ ബട്ടറും കൂടി ഒഴിച്ചതിന് ശേഷം അതൊന്നും കൂടി ഒന്ന് മിക്സിയുടെ ജാറിൽ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ആ ഒരു കൂട്ടിലോട്ട് ഇത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മൊത്തമായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ അരിച്ച് വെച്ച മൈദയിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു സിറപ്പിലോട്ട് കുറേശ്ശെയായിട്ട് നമ്മൾ മൈദ ഇട്ട് കൊടുക്കാം. ഒന്നിച്ചിട്ട് കൊടുക്കാൻ പാടില്ല. നമ്മൾ 2-3 തവണയായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ വേണം കേട്ടോ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ കുത്തി ഇളക്കാതെ ഈ ഒരു രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. അപ്പോൾ ഞാൻ 1-2 തവണയായിട്ടാണ് കേട്ടോ ഇത് ഇട്ട് കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ ഞാനിതാ രണ്ടാമത്തെ തവണയായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ വീണ്ടും മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ജസ്റ്റ് നമ്മുടെ കേക്കിൻ്റെ എല്ലാ ബാറ്ററും നമ്മൾ മിക്സ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. നമ്മൾ കുത്തി ഇളക്കാൻ പാടില്ല. അപ്പോൾ ഇതാ മൂന്നാമത് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ തന്നെ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടില്ലേ. ഇനി നമുക്കിത് പെട്ടെന്ന് ഇത് ബേക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ബേക്കിംഗ് ടിന്നൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാ ഒരു 1 kg ഒരു പാത്രം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ബട്ടറൊക്കെ തടയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ നമ്മുടെ ഈ ഒരു ബാറ്റർ മൊത്തമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് ടാപ്പ് ചെയ്യണേ. അതിൻ്റെ ഉള്ളിൽ എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ക്യാരറ്റ് ഇതുപോലെ ജസ്റ്റ് ക്രഷ് ചെയ്ത് ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ എൻ്റെ ഇഷ്ടപ്രകാരം ഞാനൊന്ന് അലങ്കരിക്കാൻ വേണ്ടിയിട്ട് ഇടുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കാഷ്യൂനട്ടും കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് വേഗം ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഓവനിലാണ് ഇപ്പോൾ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഓവൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 45 മിനിറ്റാണ് കേട്ടോ ഞാൻ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ടൈം വെച്ച് കൊടുത്തിട്ടുള്ളത്. 150 ഡിഗ്രിയിലാണ് ഞാൻ എപ്പോഴും കേക്ക് ബേക്ക് ചെയ്തെടുക്കാറുള്ളതും. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ കേക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നല്ല പഞ്ഞി പോലത്തെ കേക്കാണ്. നല്ല സോഫ്റ്റാണ് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് നിങ്ങൾക്ക് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ, എത്രത്തോളം നമ്മളെ കേക്ക് പെർഫെക്റ്റായി നമുക്കൊന്ന് അറിയണ്ടേ. അതിനായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇതാ കാണുമ്പോൾ തന്നെ കഴിക്കാം. നല്ല സ്പോഞ്ച് പോലെ ഇതുപോലെ നോക്കി നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇപ്പം തന്നെ കഴിച്ചു നോക്കാൻ വേണ്ടി തോന്നും കേട്ടോ. നല്ല പോലെ പറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അപ്പം തന്നെ ഒരു പീസ് കഴിച്ചു നോക്കി കേട്ടോ. നല്ല ടേസ്റ്റാണ്. കറക്റ്റ് മധുരമാണ് കേട്ടോ. മധുരം ഓവറായിട്ടൊന്നുമില്ല, കറക്റ്റ് മധുരമാണ്. അപ്പോൾ ഈ ഒരു കേക്ക് 2-3 ദിവസം വെച്ചിട്ട് നമ്മൾ കഴിക്കുമ്പോൾ ഇതിനേക്കാളും ടേസ്റ്റാണ് കേട്ടോ. 2 ദിവസമൊക്കെ വെക്കുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരാഴ്ചയോളം നമ്മൾ പുറത്തുനിന്ന് വെച്ചാൽ ഇത് കേടാവത്തൊന്നുമില്ല കേട്ടോ. നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് ഒരു 2-3 ആഴ്ച വരെയൊക്കെ നമുക്ക് ഈ കേക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് വരും കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ മറക്കല്ലേ. അവർക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.